സ്ത്രീകളുടെ ജീവിതശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവറിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് സൗമ്യ. ഞാൻ ഒരു ചിത്രകാരിയാണ്. ഞാൻ മഹാരാജാസ് കോളേജിലെ MA വിദ്യാർത്ഥിയാണ്. പിന്നെ എനിക്ക് ഈ ചിത്രകല എന്ന് പറഞ്ഞത് എനിക്ക് വലിയ ഡ്രീം പാഷനായിട്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വളരെ ചെറുപ്പത്തിൽ ഒരു ടീച്ചർ എൻ്റെ കഴിവ് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിച്ചപ്പോഴാണ് എന്നിൽ ഈ കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊരു ചിന്മയ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ആദ്യമായി ഞാൻ വരച്ചതിന് എന്നെ പ്രോത്സാഹിപ്പിച്ച ടീച്ചറിനെയാണ് എൻ്റെ ഏറ്റവും വലിയ കഴിവ് ഞാൻ സമർപ്പിക്കുന്നത്. പിന്നെ നിരവധി പത്രങ്ങളിൽ എനിക്ക് എൻ്റെ പെയിൻറ്റിങ്സ് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ ഞാൻ നിരന്തരം പത്രത്തിൽ വരച്ചിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കഴിവുകൾ ഒരു പരിധിവരെ ഞാൻ നിർത്തിവെച്ചു പഠനത്തിന് വേണ്ടി. എങ്കിലും ഇപ്പോൾ ഞാൻ വീണ്ടും ഈ കഴിവിനെ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞാനൊരു കവിതയും കൂടെ എഴുതുന്നൊരു വ്യക്തിയാണ്. എനിക്ക് സ്വന്തമായുള്ള ആശയങ്ങളും അതിനായിട്ടുള്ള ഭാവനകളും വരുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് എനിക്ക് വരയ്ക്കാൻ തോന്നുന്നത്. പിന്നെ നമുക്ക് ചുറ്റുപാടുകളിലൂടെയുള്ള ഒരു സമീപനം, അതൊക്കെ നമുക്ക് വരയ്ക്കാനുള്ളൊരു പ്രചോദനമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡൽഹി റേപ്പ് വന്നു, അപ്പോൾ അത് സംഭവിച്ചു. അപ്പോൾ വളരെയധികം എന്നെയും അലട്ടിയിരുന്നൊരു സംഭവം. അപ്പോൾ അതിനെതിരെ നമുക്കും എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നമ്മളുടെ കൂടെ എന്തെങ്കിലും കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഒരു ഡൽഹി റേപ്പിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ദൈവികമായുള്ള കലകളും എനിക്ക് വളരെ താല്പര്യമാണ്. അങ്ങനെ ഞാൻ വരയ്ക്കുന്നു. വിഷയം ഞാനങ്ങനെ ചിത്രകല എന്ന് പറയുമ്പോൾ മ്യൂറൽ ആർട്ട് എന്ന് പറയുന്നത്, പക്ഷേ അതിൻ്റെ എല്ലാ വക കുറേ കാൽക്കുലേഷൻസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ വരയ്ക്കണം,
ചിത്രകലയ്ക്ക് കുറേ 5 നിറങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ, അതിനകത്തുള്ള ചിട്ടയും ക്രമങ്ങളൊക്കെ ഉണ്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിന്. പക്ഷേ ഞാൻ അതിന് അത്ര കാര്യമായൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും എൻ്റേതായ സ്വന്തം ശൈലിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ തേടുന്നത്. മറ്റാരും ബോധിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ചിത്രകല ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും വരയ്ക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് എൻ്റെ കലയിലൂടെ ഞാൻ കാണിച്ചിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അനീതി, അക്രമം, അങ്ങനത്തെ രീതിയിലുള്ള ചിത്രങ്ങളാണ് ഞാൻ കൂടുതലും വരയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറേ അക്രമങ്ങൾ നടക്കുന്നു. പക്ഷേ എങ്കിലും ലോകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അത് കാണിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു അക്രമങ്ങൾ നടക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. പക്ഷെ അതിനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിലാണ് അതാണ് വരയ്ക്കുന്നത്. വളരെയധികം നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ഇപ്പോൾ ചായങ്ങൾ ചേർക്കുന്നതിലാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ വരയ്ക്കുന്നത് സൂക്ഷ്മതയിൽ വരച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മഹാരാജാസിൻ്റെ മാഗസിൻ്റെ ഫ്രണ്ട് പേജ് വരയ്ക്കാൻ എനിക്കൊരു ഇത് കിട്ടി. പക്ഷേ അതിനകത്ത് ഞാൻ മ്യൂറൽ പെയിൻറ്റിംഗ് ആയിട്ട് എൻ്റെ രീതിയിലുള്ളൊരു ഫ്രണ്ട് കവറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ഗർഭിണിയായൊരു സ്ത്രീ അവൾക്ക് കുട്ടിയുണ്ടാകുമ്പോൾ സമൂഹം അവളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ചിത്രം ഞാൻ വരച്ചിരുന്നു. പക്ഷേ പാർട്ടി അവിടെ മഹാരാജാസ് കോളേജിൽ ഭയങ്കര പാർട്ടിയുള്ളൊരു കോളേജാണ്. പക്ഷേ അവർ പറഞ്ഞു ഇത് BJPയുടെ ആയിരിക്കാം, അവിടെ ചുമപ്പിൻ്റെ നിറം അവിടെ വയ്ക്കുമ്പോൾ BJPയുടെ ആവുന്നു, നീല എവിടെയാവുമ്പോൾ KSC ആവുന്നു, അങ്ങനെ ഒരു കാവി, അങ്ങനെ ഓരോ കളറുകൾക്കും അവിടെ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അവിടെ അതിനകത്തുള്ള കൺസെപ്റ്റിനല്ല ആരും പ്രാധാന്യം കൊടുക്കുന്നത്. അതിനകത്ത് ഓരോ സമൂഹത്തിൻ്റെ വിലയിരുത്തലാണ് ഒന്നിനെ ഒരു തരത്തിൽ കാണുന്നത്. ഇപ്പോൾ ഞാൻ നിലവിൽ ഏകദേശം ഒരു 7-8 പടം വരച്ചിട്ടുള്ളൂ. പക്ഷേ ഓരോ ചിത്രങ്ങൾക്കും അതിൻ്റേതായൊരു വിലയിരുത്തലാണ്. എനിക്ക് ഒന്നിനെയും ഒരു എളുപ്പമായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. കാരണം നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ആ ചിത്രത്തിനെ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. പ്രണയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ചിത്രം നമുക്കൊരു ബേർഡനായിട്ട് ഒരിക്കലും തോന്നുകയില്ല. ഞാനങ്ങനെ കോമ്പറ്റീഷൻസ് അങ്ങനെ ഒരു ഇതിൽ വരയ്ക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1-2 മണിക്കൂർ ഒരു സമയം തന്നുകൊണ്ട് എനിക്കുള്ള അതിലെനിക്ക് താല്പര്യമില്ല. ഞാൻ കൂടുതലും കുറേ സമയമെടുത്ത് അങ്ങനെയുള്ള ഒരു വരയാണ് ഞാൻ കാഴ്ചവെക്കാറ്. ഒരു പ്രശസ്തനായ മ്യൂറൽ ആർട്ടിസ്റ്റ് ഉണ്ട്, സാജു തുരുത്തിൽ എന്നാണ് പേര്. അദ്ദേഹം ഞാൻ ആദ്യം ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയുണ്ടായി. പക്ഷേ ആ ചിത്രത്തിന് ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, അതിനകത്ത് മഹാവിഷ്ണു കണ്ണ് പൂർണ്ണമായി തുറക്കാൻ പാടില്ല, പിന്നെ പച്ച ഇങ്ങനെ വേണം അങ്ങനെ വേണം. അപ്പോൾ അതൊരു വിലയിരുത്തലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാം അത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുത്തിയത് അദ്ദേഹമാണ്. പിന്നെ എൻ്റെ ഗുരുനാഥൻ ശ്രീമാൻ ചക്രവർത്തി ഇവിടെ തൃപ്പൂണിത്തുറ സ്കൂൾ ഓഫ് ആർട്സിലത്തെ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രകലയെ എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. കാരണം അച്ഛൻ വളരെ ചെറുപ്പത്തിൽ എന്നെ ചിത്രം വരയ്ക്കാൻ ഒക്കെ സഹായിക്കും. അതിനേതായിട്ട് എനിക്ക് കുറേ ക്യാൻവാസ് ആണെങ്കിലും കളറാണെങ്കിലും എത്രയാണെങ്കിലും വാങ്ങിച്ചു തരും. പിന്നെ അമ്മയും നല്ല സപ്പോർട്ടാണ്. അനിയത്തിയാണെങ്കിൽ ഇവരെല്ലാവരും തന്നെ എനിക്ക് കുറേ ഡിറക്ഷൻസ് തരും. കാരണം ഇങ്ങനെ വരച്ചാൽ കൊള്ളാം, അങ്ങനെ വരച്ചാൽ. പക്ഷേ ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ സ്വന്തം ഇൻഡിവിജ്വാലിറ്റിയാണ് ഞാൻ കൂടുതലും കാഴ്ചവെക്കാറ്.
പഠിക്കുന്ന കാലങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ പേരൻസ് തന്നെ വഴക്ക് പറഞ്ഞില്ല. കാരണം എൻ്റെ വരയ്ക്കുന്ന പഠിക്കുന്ന പുസ്തകങ്ങളിൽ ഒരിക്കൽ പോലും ഞാൻ അക്ഷരങ്ങളെ സ്നേഹിച്ചിരുന്നില്ല. അതിനകത്ത് ചിത്രങ്ങളെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് പഠനത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ മനസ്സിലാക്കി പഠനത്തിലേക്ക് വീണ്ടും പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചിത്രകലയെ കുറച്ച് നാളത്തേക്ക് ഞാൻ മാറ്റി വെച്ചു. വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി. ഭാവിയിൽ എനിക്ക് നല്ല ഒരു കോളേജ് ലെക്ചറർ ആവാനായിരുന്നു ആഗ്രഹം. എനിക്ക് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ ചിത്രം വരയ്ക്കണം, കഥ എഴുതണം, കവിത എഴുതണം, നോവലിസ്റ്റ്, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ എനിക്ക് ഒരിക്കലും തീരുന്നില്ല. ഈ ചിത്രകല എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. ഒരു പെൻസിലെടുത്ത് വരയ്ക്കാൻ നേരെ ഒരു വര വരയ്ക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളിലൊരു ചിത്രകാരൻ അല്ലെങ്കിൽ ചിത്രകാരിയുണ്ട്. ഏതൊരു മനുഷ്യനെയും ചിത്രകാരനോ ചിത്രകാരിയോ ആക്കാം. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്വയബോധമാണ് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. പിന്നെ ഞാൻ ചിത്രങ്ങളിൽ നിറങ്ങൾ പഠിച്ചതുപോലും അങ്ങനെയാണ്. എനിക്കൊരാളും പഠിപ്പിച്ചു തന്നിട്ടല്ല ഞാൻ പഠിച്ചത്. അപ്പോൾ ഏതൊരാൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല. നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ പലതും നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ ഡൽഹി റേപ്പിൻ്റെ ബേസിസിൽ എഴുതിയ ചിത്രത്തിന് അതിന് അടിക്കുറിപ്പായിട്ട് ഞാൻ എഴുതിയ കുറച്ച് വരികളുള്ള കവിത ഇതാണ്. ചന്ദ്രക്കല ചൂടിടും ദേവദേവ, കണ്ടുവോ കളങ്കമൻ ഭാരതത്തെ, പുഷ്പിണി നീയൊരു ധരണിയാണെങ്കിലും പുച്ഛിച്ചിടുന്നു മനുഷ്യരാശി, ഗർഭവതി നിന്നുടലിൽ വളരുമീ ചെന്താമരയാം സുന്ദരിയെ, കാത്തിരിപ്പു മനുഷ്യമഴുക്കൾ, ദുഃഖപൂർണമീ ഭാരത മണ്ണിനു നഷ്ടമായിടും യോക്ഷിണി നിൻ ജന്മം. അതായത് ഒരു പതിവ്രതയായൊരു സ്ത്രീക്ക് പോലും ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ല എന്നുള്ള ഒരിതാണ്. അവളെ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ കവിത പറയുന്നത്.